ഇത് അബുദാബി ഇലക്ട്ര പാർക്കാണ് കേട്ടോ. നിങ്ങൾ പാർക്കിലുണ്ടോ അബുദാബി ഇലക്ട്ര? എത്ര മനോഹരമായിട്ട് നോക്കിയേ, ഉണ്ടോ? ഇത്ര പ്രകൃതിയെ പോലെ തന്നെ വളരെ സുന്ദരമായി പരിപാലിച്ച് അതിൻ്റെ ഫ്ലോറൊക്കെ നോക്കിയാൽ പുല്ലൊക്കെ പാകി ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇല്ലേ, ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങോട്ട് പോകുമ്പോണ്ടില്ലേ ഒരുപാട് നല്ല ബിൽഡിങ്ങുകളും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഉണ്ടോ നോക്കിയാ, ഇത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. രൂപകല ചാനല് എന്ത് നിലപാടിനോടാണ് ഇവിടെ നമ്മൾ നിലകൊണ്ടിരുന്നത്, ആ നിലപാട് നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, രൂപകല ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആവാറായി, ഒരു വർഷം കഴിഞ്ഞു. എന്നിട്ടും രൂപകല ചാനൽ ഒരുപാട് പ്രതിസന്ധികൾ, ഫേക്കുകളെ കൊണ്ട്, നിങ്ങൾക്കറിയാം, ഒരു ലൈവ് ഇടുമ്പോൾ എത്രമാത്രം ചാനലുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നതാണ്. അതുപോലെ രൂപകല ഒരുപാട് ചാനലുകാർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിശക്തമായ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു രൂപകല വ്ളോഗ്സ്. അപ്പോൾ അതൊക്കെ എന്തോ അച്ഛൻ്റെ പോലെ ഒരു നീതി ഫാൻസ്, ഒരു ശംഭു അൻസൽ, രൂപകലയുടെ ഫേക്ക്, SRFിൻ്റെ ഫേക്ക്, അനൂപ് ഉൾഫയുടെ പേരിലുള്ള ഫേക്ക്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചാനലുകാരുടെ പേരിലും ഫേക്ക്, അവർ DP വെച്ച് ഒരുപാട് പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയായിരുന്നു. അപ്പം അത് എന്തായാലും നമ്മളിപ്പോൾ അത് തുടച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മളെന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ക്ഷമിച്ചു, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു നിന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ പ്രതികരിച്ചിട്ടോ നമ്മൾ തിരിച്ച് അവരെ തെറി പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഇതൊരു സൈക്കോ ബാത്ത് പോലത്തെ ആൾക്കാരാണ്. അവർ ഒരു ചാനലിനെ തകർക്കാൻ വേണ്ടി എത്ര പെണ്ണുങ്ങളെ ചാനൽ അവർ തകർത്തിട്ടുണ്ട് എനിക്കറിയാം. നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് ചാനലുകാർ അവർ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നും പറയാറുണ്ട്, നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു. ഇവരൊക്കെ നമ്മളെ വളരെ മോശമായ രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്തിരുന്നത്. അവനൊരു കോപ്പും ചെയ്യില്ല, അവനെ കൊണ്ടൊന്നും കഴിയില്ല എന്തൊക്കെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളായിട്ട് പോയിരുന്നത്. പക്ഷേ ഞാനെന്തോന്നറിയോ, നമ്മളൊരു പ്രവാസിയാണ്. അപ്പം നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മളൊരു സൈബറിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലേക്ക് പോകുമ്പോഴും, അതുകൊണ്ടാണ് നമ്മളതിൽ നിന്ന് കുറച്ച് മാറി നിന്നത്. പക്ഷെ അത് വെച്ച് ആളുകൾ മുതലെടുക്കുക. കാരണം എന്നില്ലാത്ത കേസിൽ പ്രതിയാക്കി എൻ്റെ പേരിൽ ഒരുപാട് ഫേക്കാണ്. രൂപകല ബ്ലോഗ്സിൻ്റെ പേരിൽ ഒരുപാട് ഫേക്ക്. എനിക്ക് 2-3 ചാനലുണ്ട്, നിങ്ങൾക്കറിയാം. മിഥുൻ രാജ് ചാനൽ, പിന്നെ ഒരു ജാലമുഖി ചാനൽ. ഇപ്പോൾ ഒരു സോഷ്യൽ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു അൾട്ടൈം മെലഡീസായിട്ട് ചേർന്ന് ഒരു പാർട്ണർഷിപ്പിൽ ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ തുടങ്ങുന്നു. അപ്പം അതും ലൈവ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രത്തോളം കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിട്ട് ഇവന്മാർ പുല്ല് വിലയാണ്. ഇപ്പോൾ
സൈബറിന് പരാതി കൊടുത്തു. നമ്മുടെ പരാതി അവർ സ്വീകരിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങൾക്കൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി. അവരത് കൊച്ചിയിൽ നിന്ന് നേരെ തൃശ്ശൂർ സൈബർ ജുഡീഷ്യൽക്ക് കൈമാറി. അതിനോടൊപ്പം റൂറലും കൈമാറി നമ്മുടെ. അപ്പോൾ എല്ലാ ഇതുവരെ രൂപകലയിൽ വന്ന എല്ലാ ഫേക്കുകളും നമ്മൾ ലിങ്കുകൾ, പിന്നെ മഞ്ജു ധനരാജിൻ്റെ ചാനലിൻ്റെ ലിങ്ക്, രൂപകലയുടെ ലിങ്ക് ഒക്കെ കൂടി നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ നീതി ഫാൻസ്, ജോവ, അതുപോലെ അൻസിൽ ശംഭു, ഇവരാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ മഞ്ജു ധനരാജിൻ്റെ കേസ് ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞതാണ്, അത് വിശദമായിട്ട് ഇന്ന് ലൈവിൽ പറയും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവർ കാരണം ഒരുപാട് ചാനലുകാർ കണ്ണീര് പിടിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. രൂപകല ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ, നിങ്ങളുടെ ഭാര്യ, നിൻ്റെ ഫോട്ടോ, ഹസ്ബൻഡിൻ്റെ ഇത്, അങ്ങനെ പലതും ചെന്ന് ഫേമസ് ആക്കി പ്രശ്നമാക്കുമെന്ന് പറഞ്ഞ് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എന്നാൽ അപ്പം നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോകാം. ഈ അടുത്ത് ഇത് കൂടുതൽ സ്ട്രോങ് ആവാൻ കാരണം എൻ്റെ പേരിലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ടാക്കിയ ആൾക്കാരെ കംപ്ലീറ്റ് ഡീറ്റെയിൽ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇത് അതിൽ ഉൾപ്പെടുത്തും. കാരണം പിന്നെ മഞ്ജു ധനരാജിൻ്റെ മഞ്ജുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞത് രൂപകല ചാനലിൻ്റെ പേരും പറഞ്ഞു. അതാരാണ് ചെയ്തത്? അതിൻ്റെ മോട്ടീവ് എന്താണ്? അത് നമുക്ക് അറിയണം. കാരണം രൂപകല വ്ലോഗ്സ് ഇതിനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? രൂപകലയുടെ പേര് കളയാൻ വേണ്ടിയിട്ടും എൻ്റെ ചാനലിലെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ടാണ് ഈ കേസ് സൈബറിന് കൈമാറിയത്. ഇതോടുകൂടിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. കാരണം ഇനി അവർ നോക്കിക്കോളും. എന്നിട്ട് പോലും ഇത് കൈമാറി എന്ന് പറഞ്ഞിട്ട് പോലും SRPൻ്റെ പേരിൽ ഫേക്ക് ഉണ്ടാക്കിയിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ എൻ്റെ ലൈവിൽ വന്ന് പ്രശ്നത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതാണ്. അവരെ DP ഒക്കെ വെച്ചിട്ട് വെല്ലുവിളിച്ച് കാര്യങ്ങളൊക്കെ പോയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതെന്താന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഷോർട്ട്സായിട്ട് വരുന്നത്. ഓക്കെ? അപ്പോൾ ആദ്യം നിങ്ങൾ അബുദാബിയുടെ മനോഹരമായ കാഴ്ചകൾ കാണുക. എന്നിട്ട് നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക കേട്ടോ. വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ഇടും. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ ഈ പറഞ്ഞ ഇന്നത്തെ ലൈവിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പുറത്ത് വിട്ടുകൊണ്ട് നമ്മളതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ള മെയിൻ വിശേഷങ്ങൾ. ഓക്കെ? ഇനിയും ഒരു ചാനലിന് ഇങ്ങനൊരു ഈ ഫേക്കുകൾ ഉണ്ടാക്കി കളിക്കുന്ന ആരാണ് എനിക്കറിയാം. ഫേക്കുകൾ ഉണ്ടാക്കി കളിക്കുന്നൊരു വെറും ഒരു കേവലം ഒരു 2, 3, 10 ഫേക്ക് ഐഡിയ മാത്രമല്ല. അതിൻ്റെ പിന്നിൽ വമ്പൻ ഗൂഢാലോചനയുണ്ട്. ഒരുപാട് ചാനൽ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അതിന് രൂപകല ബ്ലോഗ്സ് മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ വേദി ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വരും ദിവസങ്ങൾ അറിയാം ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു, ഇതെന്തിനു വേണ്ടിയായിരുന്നു, ആര് പറഞ്ഞിട്ടാണ് രൂപകലയുടെ ബിന്ദുസ് കിച്ചൻ്റെ ചാനൽ സപ്പോർട്ട് കൊടുത്തപ്പോൾ അവളെ എന്നെ ചേർത്ത് എൻ്റെ വീഡിയോ മോർഫിങ് ചെയ്ത് വാട്സപ്പിലേക്കൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്താൻ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അതൊന്നും. ആരാണ് മഞ്ജു ധനരാജിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തൃശ്ശൂരിൽ നിന്ന്? മഞ്ജു ധനരാജ് എപ്പോഴും പറയും, നിങ്ങൾ ആ ചാനൽ എടുത്ത് നോക്കിയറിയാം, 19/11/2025 ലൈവ് എടുത്ത് നോക്കിയറിയാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലിരിക്കുന്നു. ഇന്നും പബ്ലിഷാണ്. അപ്പോൾ
അതിൽ എന്നെ തെറി വിളിക്കുന്നുണ്ട്. പിന്നെ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച് വക്കീലിന് കൈമാറിയിട്ടുണ്ട്, സൈബറിനും കൈമാറിയിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് രൂപകലയുടെ പേര് എപ്പോഴും പറയുക. അപ്പോൾ ഒരു അജണ്ടയുണ്ട്. മഞ്ജു ധൻരാജ് ട്വിറ്ററിലിരുന്ന് പറഞ്ഞു, നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപകലയുടെ പേരിൽ, അത് ഞാൻ തെളിയിച്ചു തരാം. ധൻരാജ് ആരാണ്? നീ ഇത് ഫാൻസ് പറഞ്ഞിട്ടാണല്ലോ, നീ ഇതിന്ന് ഫാൻസ് വല്ല ജോബ് പറയുന്നുണ്ട് ഇയാൾ. അതിൽ ഷാനും പറയുന്നുണ്ട്, ഷാനു എന്ന് പറഞ്ഞാൽ അവനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഡീറ്റെയിൽ ലിങ്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ DP വെച്ചിട്ട് ഇവനാണ് അവിടെ നടക്കുന്നത്, അതിന് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ട്. അത് ആര് പറഞ്ഞിട്ടാണ്? അതുപോലെ ആരാണ് നിൻ്റെ ഭാര്യനെ, ധൻരാജിൻ്റെ ഭാര്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്, ജീവനെ പോലും അപായപ്പെടുത്തുമെന്ന് പറഞ്ഞത്? തൃശ്ശൂരിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്തായാലും അതിൻ്റെ നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറൊക്കെ നീ സൈബർ വിളിക്കുമ്പോൾ കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിൽ സൈബർ വിളിക്കുമ്പോൾ സംസാരിക്കാം കേട്ടോ. എന്തായാലും ആരാണ് വിഷവിത്തെന്ന് നീ പോസ്റ്റ് ഇട്ട് പറഞ്ഞല്ലോ നിൻ്റെ അടുത്ത ചാനലിൽ, രാധമാധവത്തിൽ. ആരാണ് അതിൻ്റെ വിഷവിത്തുക്കൾ പാകുന്നത്? ആ വിളിച്ച പേരൊക്കെ ആർക്ക് യോജിക്കുന്നുള്ളത് സോഷ്യൽ മീഡിയ അറിയിക്കട്ടെ. ഓക്കെ.